ആക്ച്വലി നമ്മൾ ആവശ്യമില്ലാത്ത എന്തൊക്കെ ആലോചിക്കുന്നതുകൊണ്ടാണ് ഈ ടെൻഷൻ വരുന്നത്. നമ്മൾ ആക്ച്വലി ഇതിനൊരു എക്സാം ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ റിസൾട്ട്സിനേക്കാൾ ഓരോ സബ്ജക്റ്റിലും ഓരോ തിയറിയിലും ഫോക്കസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഒരു തിയറി പഠിക്കുന്നതിലോ അതിലൊക്കെ ഫോക്കസ് ചെയ്യുക. ഇത് ആസ് എ പാർട്ട് ഒരു എക്സാം മാത്രമാണ്. സോ അതിനെ ആ ഒരു സിമ്പിളായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ അപ്രോച്ച് ചെയ്താൽ പ്രത്യേകിച്ച് ബയാസ്ഡ് ആയിട്ടുള്ള ഒരു തോട്ട്സും ഇല്ലാതെ, അതായത് ഓരോ എക്സാം ആണെങ്കിലും വേറൊരാളുടെ അഭിപ്രായം, അത് ടഫാണോ ഈസി ആണോ എന്നുള്ള വേറൊരാളുടെ അഭിപ്രായം എടുക്കാണ്ട് നമുക്ക് എന്ത് തോന്നുന്നു അത് മാത്രം നോക്കി അപ്രോച്ച് ചെയ്താൽ ആക്ച്വലി ടെൻഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. എനിക്ക് ആക്ച്വലി ത്രൂ ഔട്ട് ഫ്രം ദി ബിഗിനിങ് ടു ദി എൻഡ് എല്ലാ എക്സാമിനും ഞാൻ അൺസാറ്റിസ്ഫൈഡ് ആയിരുന്നു. എല്ലാ എക്സാംസിനും ഫ്രം ദി ബിഗിനിങ് ടു ദി എൻഡ്, ഈവൻ ജെ അഡ്വാൻസ് വരെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. ഒരു എക്സാമിന് പോകുമ്പോൾ ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ നോക്കുക, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ കിട്ടിയ എക്സാമിൽ നിന്ന് നമുക്ക് ചെയ്യാൻ കിട്ടിയ അതിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ഹാപ്പിനെസ് കാണാൻ പറ്റുമെങ്കിൽ ആക്ച്വലി നമുക്ക് ടെൻഷൻസ് നല്ലോണം അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ആക്ച്വലി നമുക്ക് ഒന്നിനും ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ബൗണ്ടറീസ് വെക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം, ഇതിൽ ഇത്ര, ചില ദിവസം നമുക്ക് കുറച്ച് നന്നായിട്ട് പോവുമായിരിക്കും, ചില ദിവസം പോവില്ലായിരിക്കും. സോ എന്തായാലും ഒരു ബെയർ മിനിമം എന്ന് പറയുന്നത് തിയറി കംപ്ലീറ്റ് ചെയ്യണം. ബേസിക്കലി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എക്സാംസ് ആണല്ലോ. നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളതിൽ മാത്രമല്ലല്ലോ കാര്യം ഇരിക്കുന്നത്, നമുക്ക് എന്ത് എക്സാമിൽ എഴുതാൻ പറ്റി എന്നുള്ളതാണല്ലോ കാര്യമുള്ളത്. നമ്മൾ എത്രയൊക്കെ പഠിച്ചാലും അത് എക്സാമിൽ പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനൊന്നും വലിയ മീനിങ് ഇല്ലാതെ പോകും. ഈസി ആയിരിക്കും, ടഫായിരിക്കും, അല്ലെ മാത്സ് ഈസി ആയിരിക്കും, മാത്സ് ലെങ്തി ആയിരിക്കും. ഇതുപോലെയുള്ള മെയിൻസിനാണ് എസ്പെഷ്യലി മാത്സ് ലെങ്തി ആയിരിക്കും. ഇങ്ങനത്തെ ഉള്ള കുറേ ജഡ്ജ്മെന്റ്സ് ആക്ച്വലി അവോയ്ഡ് ചെയ്താൽ നല്ലതായിരിക്കും. ഹലോ ജെ ആസ്പിരൻസ്, നിങ്ങളിൽ മെജോറിറ്റി ആൾക്കാരുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും രാജ്യത്തെ ടോപ്പ് IITസിൽ തന്നെ അഡ്മിഷൻ നേടുക എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ കഴിഞ്ഞ കൊല്ലം ഇവിടെ നമ്മുടെ വിദ്യാർത്ഥിയായിട്ടുണ്ടായിരുന്ന മുഹമ്മദ് ഹാനിയാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. സോ മുഹമ്മദ്, വെൽക്കം ബാക്ക് ടു ബ്രില്യൻറ്റ്. താങ്ക് യു. സോ മുഹമ്മദ്, ഞങ്ങൾക്കായിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ താങ്കളെ പറ്റി. എൻ്റെ പേര് മുഹമ്മദ് ഹാനി നബാൻ. ഞാൻ റിപ്പീറ്റേഴ്സ് പാല I14 ബാച്ചിലായിരുന്നു. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദർ, മദർ, പിന്നെ എനിക്കൊരു സിസ്റ്ററുണ്ട്. ഫാദർ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്, മദർ ഒരു ഗവൺമെൻറ് കോളേജ് പ്രൊഫസറാണ്. അപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വർഷം മുഹമ്മദ് ഇവിടെ പഠിച്ചപ്പോൾ മുഹമ്മദിനോട് 1-2 ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. അതായത് നിങ്ങൾ ഇപ്പോൾ ഏതൊരവസ്ഥയിലാണ് നീങ്ങുന്നത്? നിങ്ങൾക്കിപ്പോൾ മോഡൽ എക്സാംസ് ഉണ്ട്, ഇത് JEE സെഷൻ 1 ഡേറ്റ് ഒക്കെ നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അതെന്താണ് എന്ന്, അല്ലെങ്കിൽ അതിലൂടെ ഒരു പ്രാവശ്യം കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് മുഹമ്മദ് ഹാനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷം മുഹമ്മദിന് എന്തായിരുന്നു പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അപ്പോൾ മുഹമ്മദ്, ഇന്നത്തെ JEE മോഡൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ JEE മോഡൽ എക്സാം മോഡറേറ്റ് ആയിരുന്നു. നന്നായിട്ട് എഴുതാൻ പറ്റുമെങ്കിലും കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം എഴുതാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ജൂണിൽ ആരംഭിച്ചതാണ്. ഇപ്പോൾ JEE ലാസ്റ്റ് ഘട്ടത്തിലേക്ക് മോഡൽ എക്സാമിലേക്ക് എത്തിയിരിക്കുന്നു. ഒരുപാട് എക്സാമുകൾ ഫേസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ മോന് നൽകിയ കോൺഫിഡൻസിനെ കുറിച്ച് പറയാം. ഇപ്പോഴത്തേക്ക് ഞാൻ കുറേ മോക്ക് ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. ഇതിലൂടെ എനിക്ക് ഈ എക്സാമിൽ എങ്ങനെ ടെൻഷൻ ബെയർ ചെയ്യണം എന്നുള്ളതും അതെങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതും അത്യാവശ്യം കുറേ മനസ്സിലാവുന്നുണ്ട്. ഇനിയും കുറേ മോക്ക് ടെസ്റ്റ് ബാക്കിയുണ്ട്. സോ ഇനിയും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ മോനെ, ഒരുപാട് എക്സാമുകൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫൈനൽ മോഡൽ എക്സാമിൽ എത്തി നിൽക്കുമ്പോൾ മോനൊരു കോൺഫിഡൻസ് ലെവൽ എത്രത്തോളമായി എന്നാണ് മോൻ മനസ്സിലാക്കുന്നത്? കോൺഫിഡൻസ് ലെവൽ, ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ആക്ച്വലി നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും എനിക്കത് ഉണ്ട്, പക്ഷെ എന്നാലും എനിക്ക് ആ എക്സാംസ് എഴുതുന്നതിലൂടെ കുറേയൊക്കെ മാറിയെന്ന് എനിക്ക് തോന്നുന്നു. ഫൈനലി എനിക്കിതിങ്ങനെ മോക്ക് ടെസ്റ്റ് എഴുതി എനിക്കൊരു നല്ലൊരു IIT, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക്കലിലാണ്, അതിന് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എല്ലാ ആശംസകളും. മോൻ ആഗ്രഹിക്കുന്ന നല്ലൊരു IITയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഏതെങ്കിലും ഒരു IITയിൽ പ്രവേശിക്കാനുള്ള കോൺഫിഡൻസ് അന്ന് മുഹമ്മദിനുണ്ടായിരുന്നു. ശരിക്കും ഏത് IITയിലാണ് ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്? ഞാനിപ്പം IIT ഖരഗ്പൂരിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലാണ്. യെസ്, IIT ഖരഗ്പൂർ. ക്യാമ്പസ് കണ്ടപ്പോൾ ഞെട്ടിയായിരുന്നോ? തീർച്ചയായിട്ടും ഞെട്ടി. അത് ചോദിക്കാൻ കാരണം മറ്റൊന്നുമല്ല കേട്ടോ, ഇന്ത്യയിലെ 23 IITസിൽ ഏറ്റവും വലിയ ക്യാമ്പസ് എന്ന് പറയുന്നത് IIT ഖരഗ്പൂരിൻ്റെതാണ്, അല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ എങ്ങനെയുണ്ട് നമ്മുടെ IIT ഖരഗ്പൂരിലെ ക്യാമ്പസും കാര്യങ്ങളൊക്കെ? ഹൗസ് ദ ലൈഫ് ഓവർ ദേർ? ക്യാമ്പസിൽ പോയ സമയത്ത് തന്നെ ആക്ച്വലി അത് ഒരു വലിയ ക്യാമ്പസ് ആണെന്ന് അന്ന് നമുക്ക് പോയാൽ ശരിക്കും മനസ്സിലാവും. ആക്ച്വലി അത്രക്കും ഡിസ്റ്റൻസ് ഉണ്ട് ഹോസ്റ്റൽസ് തമ്മിലും ക്ലാസ്സസ് തമ്മിലും ഒക്കെ.
അപ്പോൾ അത്രയും വലിയൊരു ക്യാമ്പസാണ്. പിന്നെ അവിടെ ലൈക്ക് അതർ ദാൻ അക്കാഡമിക്സ് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള സൊസൈറ്റീസ് ആയാലും ക്ലബ്സ് ആയാലും സ്പോർട്സിലായാലും നല്ല ആക്ടിവിറ്റീസ് കുറേയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് IIT ഖരഗ്പൂർ. ഓക്കെ, അവിടെ രസമാണ് ആക്ച്വലി. ഓക്കെ. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ചൂസ് ചെയ്ത ഫീൽഡ് അല്ലേ? ഓക്കെ, എന്തുകൊണ്ടാണ് ആ ഒരു പെർട്ടിക്കുലർ ഫീൽഡ് തന്നെ ചൂസ് ചെയ്യാൻ കാരണം? എൻ്റെ ഫാദർ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അച്ഛൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് മകനിലേക്കും വന്നു. ഓക്കെ, ഓക്കെ. എൻ്റെ കസിൻസും ആക്ച്വലി ഈ അറൗണ്ട് ഈ ഫീൽഡ് തന്നെയാണ് പോയത്. അവരും എന്നെക്കാളും മൂത്തതാണ്. അപ്പം അവരും IITസിലൊക്കെ തന്നെയാണ് അവരും പോയത്. ഓക്കെ. അപ്പം അവരെയൊക്കെ കണ്ടിട്ടാണ് ആക്ച്വലി ഞാനും ഈ ഫീൽഡിലോട്ട് വന്നത്. മോട്ടിവേഷൻ വെളിയിൽ പോകേണ്ട ആവശ്യം വന്നില്ല, കുടുംബത്തിൽ തന്നെ അത്യാവശ്യത്തിനുള്ള എല്ലാ മോട്ടിവേഷൻ്റെ ആൾക്കാരും ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ മുഹമ്മദ് ഇപ്പോൾ എടുത്ത ആ ഒരു ഡിസിഷൻ ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഇപ്പോൾ എന്താണ് തോന്നുന്നത്? കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ തന്നെ ആയിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? അതെ, കറക്റ്റാണ്. കാരണം അവിടെ പോയതിന് ശേഷം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് എനിക്ക് പറ്റുന്ന ഒരു കാര്യം, അല്ലേ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ. നമ്മുടെ ബെർലിനിലെ റിപ്പീറ്റേഴ്സ് ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് ഒരു ഡെയിലി റുട്ടീനാണ് എനിക്ക് അറിയാൻ ആഗ്രഹിക്കുന്നത്. റിപ്പീറ്റേഴ്സ് ലൈഫ് എന്ന് പറയുമ്പോൾ ക്ലാസ് ഉള്ള സമയങ്ങളിലാണെങ്കിൽ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 8 o'clock ക്ലാസ് ഉണ്ടാവാറ്. ഓക്കെ. കുറേ ദിവസങ്ങളിൽ ഉച്ചവരെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ഉച്ചയ്ക്ക് വന്നതിന് ശേഷം ലഞ്ച് കഴിച്ച് പിന്നെ നമുക്ക് പഠിക്കാനിരിക്കുകയാണ് ആക്ച്വലി ചെയ്യുക. ഓക്കെ. അതിനുശേഷം പിന്നെ ഒരു ടീ ബ്രേക്ക് ഉണ്ടാവും. പിന്നെ രാത്രിയും ടീ ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെയും പഠിക്കാതിരിക്കുക. ഓക്കെ, അത് തന്നെയാണ് ആക്ച്വലി. ഓക്കെ, പഠിത്തം ഒരു കറക്റ്റ് ആയിട്ടുള്ള ബ്രേക്ക് എടുത്ത് കറക്റ്റായിട്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഈ പഠിക്കുമ്പോൾ ഇപ്പോൾ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന സബ്ജക്റ്റിന് ഇത്ര സമയം വെച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾക്ക് കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്ത് അങ്ങനെ പഠിക്കുക. അവർ ഓരോരുത്തരുടെ ഒരു സ്ട്രാറ്റജിയാണ്. മുഹമ്മദിന് അങ്ങനെ എന്തെങ്കിലും ഒരു ടൈം ഡിവിഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? എനിക്കൊരു ഇന്ന സബ്ജക്റ്റിന് ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റും ഒരേപോലെ തന്നെയായിരുന്നു. ഓക്കെ. പിന്നെ ഞാൻ ഇന്ന സബ്ജക്റ്റിനായിട്ട് ഇത്ര ടൈം കീപ്പ് ചെയ്യാറില്ല. ആവശ്യത്തിനനുസരിച്ച് ചിലപ്പം ഫിസിക്സ് ആയിരിക്കും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒന്ന് ബാക്കി കുറേ ഉണ്ടാവുക, അല്ലെ ചിലപ്പോൾ മാത്സ് ആയിരിക്കും. സോ അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കുന്ന സമയം ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ചെയ്യും. അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും വിദ്യാർത്ഥികളോട് പറയുന്ന ഒരു കാര്യമാണ് NCERT കൂടുതൽ ഫോക്കസ് ചെയ്യുക, NCERT വായിക്കുക എന്നുള്ളത്. ഓക്കെ, എങ്ങനെയായിരുന്നു മുഹമ്മദിന് ആ ഒരു പോയിന്റിനോടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും കെമിസ്ട്രിക്ക് NCERT വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ആക്ച്വലി JEE മെയിൻസ് ആയാലും ഓൾമോസ്റ്റ് NCERT മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ NCERT കെമിസ്ട്രി ഫുള്ള് വായിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ. ആൻഡ് വാട്ട് അബൌട്ട് ദി അതേഴ്സ്, മാത്സ് ആൻഡ് ഫിസിക്സ്? മാത്സ് ആൻഡ് ഫിസിക്സ് അത് എനിക്ക് തോന്നുന്നു അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. മാത്സ് ആൻഡ് ഫിസിക്സും വായിച്ചിരിക്കുന്നത് എന്തായാലും മെയിൻസിനൊക്കെ ഉപകാരമായിരിക്കും. ഓക്കെ. പക്ഷെ എനിക്കൊന്ന് അത് കൂടുതലും ചെയ്ത് തന്നെ, ലൈക്ക് ചുമ്മാ വായിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ചെയ്ത് തന്നെ ചെയ്യാനുള്ള സബ്ജക്റ്റുകൾ ആയതുകൊണ്ടാണല്ലേ? ഓക്കെ. ഇപ്പോൾ കെമിസ്ട്രിയുടെ കാര്യം എടുത്തു തന്നെ പറഞ്ഞു, NCERT വായിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ വിദ്യാർത്ഥികളുടെ മറ്റൊരു കൺസേൺ ആണ്, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആകുന്ന ഒരു ഏരിയ ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഒരു ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു ഫീൽഡിൽ. ആ ഒരു ഫീൽഡിലേക്ക് എങ്ങനെയായിരുന്നു മുഹമ്മദിൻ്റെ ഒരു അപ്രോച്ച്? ഓർഗാനിക് കെമിസ്ട്രി ആക്ച്വലി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കെമിസ്ട്രി സംബന്ധിച്ച് ഓർഗാനിക് കെമിസ്ട്രി ആണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗം. അത് ഞാൻ ആക്ച്വലി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ക്ലാസ്സിൽ നിന്ന് തന്നെ തിയറി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുമായിരുന്നു. ക്ലാസ് നോട്ട്സും എനിക്ക് വളരെ സഫീഷ്യൻ്റ് ആയിരുന്നു തിയറിക്ക് വേണ്ടിയിട്ട്. സോ ഞാൻ ഓർഗാനിക് കെമിസ്ട്രിക്ക് തിയറി വേറൊന്നും അത്ര റെഫർ ചെയ്തിട്ടില്ല. ബട്ട് ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ റെഫർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ അത്ര ചെയ്തിട്ടില്ല. പിന്നെ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് മെയിൻലി ഓർഗാനിക് കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം PYQs മാത്രമേ നമുക്ക് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. വേറൊരു സോഴ്സിലും ആക്ച്വലി നമുക്ക് നോക്കിയാൽ മനസ്സിലാവും PYQ ആയിട്ട് ആ ഒരു രീതിയിലായിരിക്കില്ല വേറൊരു സോഴ്സിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. PYQ ആണ് ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. സോ അത് ചെയ്യാം. തിയറിക്ക് ക്ലാസ്സിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാം. ഡൗട്ട്സ് വന്നാൽ സാറോട് തന്നെ ചോദിക്കുക. അങ്ങനെ ക്ലിയർ ചെയ്യായിരുന്നു ഞാൻ ഓർഗാനിക് കെമിസ്ട്രിക്ക്. അല്ലാണ്ട് വേറെ ഒരു ടെക്സ്റ്റ് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ബാക്കിയുള്ള വിഷയങ്ങൾക്കോ മറ്റേതെങ്കിലും ടെക്സ്റ്റ് റെഫർ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ലൈബ്രറി ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ? അതെ, തീർച്ചയായിട്ടും. ഫിസിക്സ് മാത്സ് ഒക്കെ ക്വസ്റ്റ്യൻ ബാങ്കിനായിട്ട് ഞാൻ ലൈബ്രറി യൂസ് ചെയ്യുമായിരുന്നു. ഓക്കെ. അപ്പോൾ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് പ്രൊഫസേഴ്സിനോടൊക്കെ പോയി ചോദിക്കുക, അല്ലെങ്കിൽ കോർഡിനേറ്റേഴ്സിനോടൊക്കെ പോയി ചോദിക്കുക, ഡൗട്ട്സ് ഒക്കെ ചോദിക്കുക എന്നുള്ളത്. അവരോടുള്ള അപ്രോച്ചൊക്കെ എങ്ങനെയായിരുന്നു? അവരോടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ എങ്ങനെയായിരുന്നു? കോർഡിനേറ്റേഴ്സ് ബിനിൽ സാർ ആക്ച്വലി വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ലൈക്ക് ഞാൻ പൊതുവെ ഭയങ്കര ടെൻഷനുള്ള കൂട്ടത്തിലാണ്. അപ്പം എനിക്ക് ഏതൊരു എക്സാമിന് കഴിഞ്ഞിട്ടായാലും മുമ്പായാലും ഒക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. സോ അതൊന്ന് കാമാവാനും
ഒന്ന് എക്സാമിൽ ഫോക്കസ് ചെയ്ത് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ബിനിൽ സാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സാർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ടീച്ചേഴ്സ് ആയാലും എനിക്ക് അവരോടെയും നല്ല ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. ഡൗട്ട് ക്ലിയറൻസിൽ ഞാൻ നല്ലോണം ചോദിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സബ്ജക്റ്റിൽ ഇൻഡെപ്ത് നോളജ് ബിൽഡ് ചെയ്യാനും ഒക്കെ ടീച്ചേഴ്സും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വളരെ ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പോയിന്റാണ് ഇപ്പോൾ മുഹമ്മദ് പറഞ്ഞത്. ഭയങ്കര ടെൻഷനുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഇപ്പോൾ നമുക്കാണെങ്കിലും ബെർലിനിൽ തീർച്ചയായിട്ടും ഒരുപാട് പേര് കാണും, ഈ ഒരു ടെൻഷനൊക്കെ അടിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ കാണും. അപ്പോൾ എനിക്ക് അവർക്ക് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓൺ യുവർ ഡേ ഓഫ് ദർ എക്സാം, ജെയ് മെയിൻ എഴുതാൻ പോയപ്പോൾ, ജെയ് അഡ്വാൻസ്ഡ് എഴുതാൻ പോയപ്പോഴുള്ള ആ ഒരു ദിവസത്തെ ആ ഒരു ലൈക്ക് ഹൗ പ്രിപ്പയർഡ് വേ യു? ജെയ് മെയിൻ ഓർ അഡ്വാൻസ് രണ്ടും എഴുതാൻ പോകുന്ന സമയത്ത് ഒബ്വിയസ്ലി ഞാൻ സിലബസ് മൊത്തം കവേർഡ് ആയിരുന്നു. അത്യാവശ്യം PYQs നല്ലോണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത്യാവശ്യം പ്രിപ്പയർഡ് ആയിരുന്നു. ഓക്കെ, ഞാൻ ചോദിച്ചാൽ ആ ഒരു ഇപ്പോൾ ടെൻഷൻ അടിച്ചു എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ ആ ഒരു ദിവസം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? ആവശ്യം കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ആവശ്യമില്ല. പക്ഷേ ഞാൻ നല്ല ടെൻഷൻ അടിച്ചിട്ട് തന്നെയാണ് എസ്പെഷ്യലി അഡ്വാൻസിന് പോയത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അഡ്വാൻസിൻ്റെ രാവിലെ ബിനിൽ സാർ വിളിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ടെൻഷൻ കൊണ്ട്. അപ്പം സാറാണ് പറഞ്ഞത് കുഴപ്പമില്ല എഴുതിക്കോ എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തോന്നുന്നു ആക്ച്വലി അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, വെറുതെ ടെൻഷൻ അടിച്ചതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ആ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് അഡ്വാൻസ് എക്സാം ഓൾമോസ്റ്റ് എക്സ്പെക്റ്റഡ് രീതിയിലാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എഴുതിയിട്ടുള്ള മോക്സ് ഒക്കെ ആയിട്ട് അത്യാവശ്യം ബന്ധം ഉണ്ടായിരുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ടാണ് വന്നത്. വാട്ട് അബൌട്ട് ജെയ് മെയിൻ? ജെയ് മെയിനും അതുപോലെ തന്നെയായിരുന്നു. പക്ഷേ ഈ ടെൻഷൻ ഒഴിച്ചു വെച്ചാൽ ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. ഓക്കെ, എക്സാം കഴിഞ്ഞിട്ട് സാറിനെ വിളിച്ചായിരുന്നു? വിളിച്ചായിരുന്നു. ഓക്കെ, എന്ത് പറഞ്ഞു? സാർ എപ്പോഴും എങ്ങനെയുണ്ടെന്ന് ചോദിക്കും, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യം ഇതാണ്, അത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ലൈക്ക് ആ ടെൻഷനെ നമുക്ക് ഈസി ആയിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതല്ലേ? ആക്ച്വലി നമ്മൾ ആവശ്യമില്ലാത്ത എന്തൊക്കെ ആലോചിക്കുന്നതുകൊണ്ടാണ് ഈ ടെൻഷൻ വരുന്നത്. നമ്മൾ ആക്ച്വലി ഇതിനൊരു എക്സാം ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യാം. മോർ ഓഫ് ഇതിൻ്റെ റിസൾട്ട്സിനേക്കാൾ ഓരോ സബ്ജക്റ്റിലും ഓരോ തിയറിയിലും ഫോക്കസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഒരു തിയറി പഠിക്കുന്നതിലോ അതിലൊക്കെ ഫോക്കസ് ചെയ്യുക. പിന്നെ ഇത് കഴിഞ്ഞാൽ തന്നെ ലൈക്ക് എല്ലാം കഴിഞ്ഞു അങ്ങനെ ഒരു തോട്ട് വരുമ്പോഴും എനിക്ക് തോന്നുന്നു ഭയങ്കര ടെൻഷൻ വരുന്നു. ആക്ച്വലി ഇത് കഴിഞ്ഞാലും കുറേ പ്രോസസ്സ് ബാക്കിയാണ്. ഇത് കഴിഞ്ഞാലും നമുക്ക് ഏതെങ്കിലും ഒരു IIT പോയാലും അവിടുന്നും ഇതിനേക്കാൾ ആക്ച്വലി കുറച്ചും കൂടെ ടൈറ്റ് ആവും തോന്നുന്നു എനിക്ക് ഷെഡ്യൂൾസ്. അപ്പം നമുക്ക് ഇത് ആസ് എ പാർട്ട് ഒരു എക്സാം മാത്രമാണ്. സോ അതിനെ ആ ഒരു സിമ്പിളായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ അപ്രോച്ച് ചെയ്താൽ പ്രത്യേകിച്ച് ബയാസ്ഡ് ആയിട്ടുള്ള ഒരു തോട്ട്സും ഇല്ലാതെ, അതായത് ഓരോ എക്സാം ആണെങ്കിലും വേറൊരാളുടെ അഭിപ്രായം, അത് ടഫാണോ ഈസി ആണോ എന്നുള്ള വേറൊരാളുടെ അഭിപ്രായം എടുക്കാണ്ട് നമുക്ക് എന്ത് തോന്നുന്നു അത് മാത്രം നോക്കി അപ്രോച്ച് ചെയ്താൽ ആക്ച്വലി ടെൻഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഒരു പരിധി വരെ നമുക്ക് ടെൻഷനെ പിടിച്ചേർത്താൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് മുഹമ്മദ് പറഞ്ഞ വലിയൊരു പോയിന്റാണ്, ഇവിടെ ചെയ്ത് നോക്കിയിട്ടുള്ള മോക്ക് എക്സാംസിൻ്റെ ആ ഒരു രീതി തന്നെയാണ് ജെയ് അഡ്വാൻസിനും ലഭിച്ചത് എന്നുള്ളത്. കാരണം അത്രയധികം എക്സാംസ് ഇവിടെ എഴുതി നമ്മൾ അതുമായിട്ട് യൂസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാമോ? ലൈക്ക് എങ്ങനെയാണ് ഇവിടുത്തെ മോക്ക് എക്സാംസ് മുഹമ്മദിനെ എന്താ പറയുക മോൾഡ് ചെയ്തെടുത്തത് ഈ ഒരു മെയിൻ എക്സാമിന് വേണ്ടി? ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് നല്ലൊരു പ്രശ്നമായിരുന്നു. സോ ഓരോ ക്വസ്റ്റ്യൻസിലും ചിലപ്പം ക്വസ്റ്റ്യൻസ് ചിലത് ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത് കിട്ടാതിരുന്നാലോ എന്തെങ്കിലും ഞാൻ ഒരിക്കലും ഡ്രെയിൻഡ് ഔട്ടായി പോകരുതല്ലോ. ഞാൻ അടുത്ത് ട്രൈ ചെയ്യാനുള്ള എനർജി എനിക്ക് പിന്നെയും വേണം. സോ ആ ഒരു മോട്ടിവേഷൻ കീപ്പ് ചെയ്യാൻ ആക്ച്വലി മോക്ക് ടെസ്റ്റ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ മിസ് ചെയ്താലോ അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള എക്സാം എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ മോക്ക് ടെസ്റ്റിൽ നല്ലോണം പഠിക്കും. അതിന് ഇവിടുത്തെ മോക്ക് ടെസ്റ്റ് ആക്ച്വലി അത്യാവശ്യം നല്ല ലെവലിൽ തന്നെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ആ ഒരു മെത്തേഡ് അറിയാമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ജെയ്മെൻ്റെ ക്ലാസ്സുകളൊക്കെ അത്യാവശ്യം തീർന്നു. ഇനി ഈ പറഞ്ഞ മോക്ക് എക്സാമിലേക്ക് വിദ്യാർത്ഥികൾ കടന്നിരിക്കുകയാണ്. ഓക്കെ, കാരണം ജനുവരിയിൽ ആ എക്സാം ഉണ്ട്. ഇപ്പോൾ തന്നെ കുട്ടികളെല്ലാം തന്നെ ആ ഒരു എക്സാംസ് എഴുതി പരിശീലിക്കുകയാണ്. ഇപ്പോൾ മുഹമ്മദ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ബയസ്ഡ് ആയിട്ടുള്ള ആ ഒരു തോട്ട്സ് അല്ലെ കമ്പാരിസൺസ്, ഓക്കെ, അതൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരു എക്സാമിന് മാർക്ക് കുറഞ്ഞു, അപ്പോൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് പല വിദ്യാർത്ഥികളും അയ്യോ എനിക്ക് മാർക്ക് കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് കുറച്ചൊന്ന് സങ്കടപ്പെടുന്നു. ഓക്കെ, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് മുഹമ്മദിന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ലൈക്ക് എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്തത്? എനിക്ക് ആക്ച്വലി ത്രൂ ഔട്ട് ഫ്രം ദി ബിഗിനിങ് ടു ദി എൻഡ് എല്ലാ എക്സാമിനും ഞാൻ അൺസാറ്റിസ്ഫൈഡ് ആയിരുന്നു. എല്ലാ എക്സാംസിനും ഫ്രം ദി ബിഗിനിങ് ടു ദി എൻഡ് ഈവൻ ജെയ് അഡ്വാൻസ് വരെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. ഇത് ആക്ച്വലി നമ്മൾ എക്സാമിന് എന്തോ അതിന് ലൈക്ക് ആവശ്യമില്ലാത്തതിനേക്കാൾ കൂടുതൽ വാല്യൂ കൊടുക്കുന്നതുകൊണ്ടാണെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ കുറേ മോക്ക് ടെസ്റ്റ് ഒന്നും എനിക്കിപ്പോൾ ഓർമ്മ തന്നെ ഇല്ല. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മാർക്സിനോ വേണ്ടിയിട്ട് ആക്ച്വലി നമ്മൾ അതിനെപ്പറ്റി അത്ര കൺസേൺഡ് ആവുമ്പോഴാണ് ഇത്ര ടെൻഷൻസ് ഒക്കെ വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന്
അതിനേക്കാൾ ഒരു എക്സാമിന് പോകുമ്പോൾ ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ നോക്കുക, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ കിട്ടിയ ആ എക്സാമിൽ നിന്ന് നമുക്ക് ചെയ്യാൻ കിട്ടിയ അതിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ഹാപ്പിനെസ് കാണാൻ പറ്റുമെങ്കിൽ, അല്ലാതെ ഈ മാർക്സിലല്ലാതെ ഫൈനൽ റാങ്ക് ലിസ്റ്റിലോ മാർക്സിലോ ഒന്നല്ലാതെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാൻ കിട്ടി, ഇപ്പം എനിക്ക് ആ എക്സാമിൽ ഫിസിക്സിലോ മാത്സിലോ ഇത്ര നല്ലൊരു ക്വസ്റ്റ്യൻ എനിക്ക് ഇന്ന മെത്തേഡിൽ ചെയ്യാൻ കിട്ടി എന്നൊക്കെ ആലോചിച്ച് അതിലൊക്കെ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുവാണെങ്കിൽ ആക്ച്വലി നമുക്ക് ടെൻഷൻസ് നല്ലോണം അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ മിസ്റ്റേക്സ് ഒക്കെ എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്തത്? മോഡൽ എക്സാമിൽ തീർച്ചയായിട്ടും ഇപ്പോൾ മുഹമ്മദ് തന്നെ പറഞ്ഞു ഇച്ചിരി അൺസാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്ന് പറഞ്ഞു താങ്കളുടെ പെർഫോമൻസിൽ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അതിനെ ഒന്ന് റെക്ടിഫൈ ചെയ്തെടുത്തത്? കാരണം ഇപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ഓക്കെ എന്തുകൊണ്ടാണ് ഞാനത് അവിടെ തെറ്റിച്ചത്, ഇങ്ങനെ ചെയ്താൽ പോരായിരുന്നോ? ഓക്കെ, എങ്ങനെയാണ് അതിനെ റെക്ടിഫൈ ചെയ്തെടുത്തത്? റെക്ടിഫൈ എനിക്ക് കെയർലെസ് മിസ്റ്റേക്സ് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ കെയർലെസ് മിസ്റ്റേക്സ് നല്ലോണം വരുമായിരുന്നു. സോ ഓരോ എക്സാം കഴിയുമ്പോഴും ഞാനത് ഇവാലുവേറ്റ് ചെയ്യുമായിരുന്നു, ഈ കെയർലെസ് എങ്ങനെ വന്നു എന്ന്. സോ ഓക്കെ, അതിലൂടെ ഞാൻ അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ ശ്രദ്ധിക്കും. അതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പം ഞാൻ ശ്രദ്ധിക്കും. അങ്ങനെ ആക്ച്വലി കെയർലെസ്നെസ് കുറച്ച് കൊണ്ടുവരാനും എനിക്ക് ഗസ് ചെയ്യാൻ പറ്റും എവിടെയൊക്കെ എനിക്ക് കെയർലെസ്നെസ് വരാം. അങ്ങനെയുള്ളൊരു തോട്ട് വന്നതുകൊണ്ട് തന്നെ കെയർലെസ്നെസ് കുറയ്ക്കാൻ പറ്റി. സോ അപ്പോൾ നമ്മുടെ മോക്ക് എക്സാംസ് തീർച്ചയായിട്ടും ആ ഒരു ഈ സില്ലി ആയിട്ടുള്ള മിസ്റ്റേക്സിനെ വലിയൊരു പരിധി വരെ പിടിച്ചു നിർത്താൻ മുഹമ്മദിനെ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ പലപ്പോഴും നമ്മുടെ ഡയറക്ടേഴ്സൊക്കെ കയറി വന്ന് അവരുടെ ചില മോട്ടിവേഷൻസും കാര്യങ്ങളൊക്കെ അവർ പറയാറുള്ളതാണ്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, ഞങ്ങൾക്ക് ക്ലാസ്സിലേക്ക് ഡയറക്ടേഴ്സ് വരാറുണ്ടായിരുന്നു. മെയിൻലി ഞങ്ങൾക്ക് ജോർജ് സാറായിരുന്നു വരാറുണ്ടായിരുന്നു. സാർ ആക്ച്വലി വരുമ്പം തന്നെ ഞങ്ങൾക്കൊരു മോട്ടിവേഷനാണ്, ഞങ്ങൾക്കൊരു എനർജിയാണ് ആക്ച്വലി സാറ് വരുമ്പം. സാർ ആക്ച്വലി കുറേ എക്സ്പീരിയൻസസും അതായത് കുറേ കുട്ടികളുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയും. അത് ഭയങ്കര മോട്ടിവേഷനായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ സാറ് വരുമ്പം തന്നെ നമുക്ക് കുറേ ടെൻഷൻസ് ഒക്കെ പോകും. ആക്ച്വലി സാർ അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി ഉള്ളതാണ്. അപ്പോൾ കുറച്ച് മുന്നേ മുഹമ്മദ് പറഞ്ഞൊരു കാര്യം, ഈ പഠിക്കുന്ന രീതി, ഒരു ഷെഡ്യൂളിൻ്റെ കാര്യം. കാരണം നമ്മളൊരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ഷെഡ്യൂളല്ല, അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് അങ്ങ് പഠിച്ചു അതിൽ ഇന്ന സമയം കൊണ്ട് ഇത്ര ഇത് മാത്രമേ പഠിക്കത്തുള്ളൂ, അങ്ങനെ ഒരു സ്ട്രാറ്റജി അല്ല മുഹമ്മദ് ഫോളോ ചെയ്യുന്നതാണ്. എപ്പോഴെങ്കിലും അങ്ങനെ ബാക്ക്ലോഗ്സ് വന്നിട്ടുണ്ടോ? ബാക്ക്ലോഗ്സ് എനിക്ക് കുറേ വന്നിട്ടില്ല, ആക്ച്വലി വന്നിട്ടില്ല. എന്താണ് അതിൻ്റെ ഒരു കാരണം? ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പോയത് കൊണ്ടാണോ? അത് തന്നെ ആയിരിക്കും, സിസ്റ്റമാറ്റിക് ആയിട്ട് പോയത് കൊണ്ടും. പിന്നെ ഞാൻ ഓൾമോസ്റ്റ് തിയറീസ് ക്ലാസ്സിൽ നിന്ന് തന്നെ എനിക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും ബാക്ക്ലോഗ്സ് അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ആക്ച്വലി നമുക്ക് ഒന്നിനും ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ബൗണ്ടറീസ് വെക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം, ഇതിൽ ഇത്ര, ചില ദിവസം നമുക്ക് കുറച്ച് നന്നായിട്ട് പോവുമായിരിക്കും, ചില ദിവസം പോവില്ലായിരിക്കും. സോ എന്തായാലും ഒരു ബെയർ മിനിമം എന്ന് പറയുന്നത് തിയറി കംപ്ലീറ്റ് ചെയ്യണം, അതിനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള തിയറീസ് മൊത്തം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. ക്വസ്റ്റ്യൻ ചെയ്യുന്നു പറഞ്ഞു, ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാൻ ചോദിക്കുകയാണ്, ഒരു ദിവസം എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് മുഹമ്മദ്? ചെയ്തിട്ടുണ്ട് ഒരു പീക്ക് എത്രയായിരുന്നു? ഓക്കെ, ഡെയിലി എനിക്കങ്ങനെ ഒരു കൗണ്ടായിട്ട് ഓർമ്മയില്ല. പക്ഷേ ഈ പ്രീവിയസ് ഇയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നല്ല കൗണ്ടിൽ പോകും. അല്ലാതെ നോർമൽ ഡേയ്സ്, ഐ മീൻ എക്സാം അടുപ്പിച്ചിട്ടൊന്നല്ലാതെ നോർമൽ ക്ലാസ്സസിലൊക്കെ ഡേയ്സിലാണെങ്കിൽ ഞാൻ അധികവും ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനായിരുന്നു എനിക്കിഷ്ടം. ഓക്കെ, അതിനായിട്ടുള്ള ചില ബുക്സ് ഉണ്ട്, നമുക്ക് കോംപ്രിഹെൻസീവ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് തരും. അതാകുമ്പം നമുക്ക് രസമാണ് ആക്ച്വലി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം. നമുക്ക് പെട്ടെന്ന് തീരില്ല, കുറച്ച് നേരം ഇരുന്ന് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് തിയറി ഡെവലപ്പ് ചെയ്യാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കൗണ്ടിൽ ഫോക്കസ് ചെയ്യാറില്ലായിരുന്നു. ഞാൻ ചെയ്യാവുന്ന അത്ര മാക്സിമം ചെയ്യുക, കൂടുതൽ ഈ പറഞ്ഞ കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള. ഓക്കെ 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 അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞു കസിൻസ് ഈ ഒരു ഫീൽഡിൽ തന്നെ ഉള്ളവരാണ്, അവരായിരുന്നു ഇതിനുള്ള ഒരു മോട്ടിവേഷൻ ഈ ഒരു ഫീൽഡിലേക്ക് വരാനും? ഞാൻ ഒരു 8th 9th ഉള്ളപ്പോൾ തന്നെ അവർ ആക്ച്വലി JEE ക്രാക്ക് ചെയ്തു. പിന്നെ അവർ IIT-യിലാണ് പഠിക്കുന്നത്. സോ അത് ഞാൻ പോകുന്നത് കാണുന്നുണ്ട്. സോ അപ്പോൾ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു ഇതിന് പോകണമെന്ന്. പിന്നെ എനിക്ക് മാത്സ് കുറച്ച് ഇഷ്ടമായിരുന്നു. സോ അത് ഫോളോ ചെയ്ത് വന്നപ്പോൾ നമ്മളും ആ വഴി തന്നെ എത്തി. ഓക്കെ 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 ഓക്കെ. നമ്മുടെ IIT ഖരഗ്പൂരിൽ എത്ര മലയാളി സ്റ്റുഡൻസ് ഉണ്ട്? ആക്ച്വലി ഒരു 50-55 മലയാളി 50+ ഉണ്ട്. ഓക്കെ, അതിൽ എത്ര പേര് അല്ലെങ്കിൽ എത്ര ശതമാനം നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികളുണ്ട്? എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 90-95% ബ്രില്യൻ സ്റ്റുഡൻസ്. 95% ഓഫ് മലയാളി സ്റ്റുഡൻസ് ഓവർ ദർ ആർ ബ്രില്യൻറ്റിയൻസ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയും ദൂരത്തുള്ളൊരു സ്ഥലത്ത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു മലയാളി കമ്മ്യൂണിറ്റി തന്നെ ക്ലാസ്സിൽ തന്നെ ഉണ്ട് അല്ലേ? ഓക്കെ, നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ളവരിലോ? സീനിയേഴ്സ് ആയിട്ടുള്ളവരൊന്നും ബ്രില്യൻറ്റിയൻസ് എനിക്ക് കൃത്യമായിട്ട് കൗണ്ട് അറിയില്ല, പക്ഷെ എനിക്ക് അറിയുന്ന കുറേ പേരുണ്ട്, ഇഷ്ടംപോലെ പേരുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അവരുമായിട്ടുള്ള റാപ്പ് ഒക്കെ എങ്ങനെയാണ്? നല്ലതാണ് ആക്ച്വലി. അവരും അവിടുത്തെ ഒരു രീതിയായിട്ട് മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ടീവാണ് അവരും.
അവിടെ മലയാളികൾ ഉള്ളത് കൊണ്ട് അത് എളുപ്പമാണ്. ഓക്കെ. പക്ഷെ അത്ര മലയാളികൾ ഉണ്ടെങ്കിൽ കൂടി ഒരു കൾച്ചറൽ ഷോക്ക് ഉണ്ടായിരിക്കുമല്ലോ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് നമ്മളങ്ങ് പറിച്ച് നടുവാണ്. ഓക്കെ. അപ്പോൾ ആ ഒരു കൾച്ചറൽ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അവിടുത്തെ രീതികൾ, ഫുഡ്, ആൾക്കാർ? ആക്ച്വലി അവിടെ ഈ ഫുഡുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് സമയം എടുത്തു. ബട്ട് സ്റ്റിൽ മലയാളികൾ കുറേ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ പെട്ടെന്ന് ആ ഒരു അറ്റ്മോസ്ഫിയറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു. ആക്ച്വലി അത് ഭയങ്കര എസെൻഷ്യൽ ആണ്. നമുക്കൊരു കമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ ഒന്ന് സർവൈവ് ചെയ്യാൻ കുറച്ച് പണിയായിരിക്കും. പക്ഷെ ആ ഒരു ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ആക്ച്വലി രസമായിരുന്നു. ഓക്കെ. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബ്രില്യൻറ്റിൽ തന്നെയുള്ള നിരവധി വിദ്യാർത്ഥികളാണ് ജെഇ മെയിൻ സെഷൻ 1 ഇതാ എഴുതാൻ പോകുന്നത്. അതുപോലെ ഒരുപാട് പേര് ജെഇ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു എഫേർട്ടിലൂടെ അല്ലെങ്കിൽ ആ ഒരു ടൈമിലൂടെ ഏകദേശം 1 വർഷം മുന്നേ കടന്നുപോയ ഒരു വ്യക്തി എന്ന നിലയിൽ മുഹമ്മദിന് എന്താണ് അവരോട് പറയാനുള്ളത്? ലൈക്ക് എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഒരു സജഷനായിട്ടൊക്കെ ചോദിച്ചാൽ എന്താണ് താങ്കൾക്ക് അവരോട് പറയാനുള്ളത്? സജഷൻ എനിക്ക് പറയാനുള്ളത്, ബേസിക്കലി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എക്സാംസ് ആണല്ലോ. നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളതിൽ മാത്രമല്ലല്ലോ കാര്യം ഇരിക്കുന്നത്, നമുക്ക് എന്ത് എക്സാമിൽ എഴുതാൻ പറ്റി എന്നുള്ളതാണല്ലോ കാര്യമുള്ളത്. നമ്മൾ എത്രയൊക്കെ പഠിച്ചാലും അത് എക്സാമിൽ പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനൊന്നും വലിയ മീനിങ് ഇല്ലാതെ പോകും. സോ എൻ്റെ അഭിപ്രായം ഓരോ എക്സാമും ബയാസ്ഡായിട്ട് അപ്രോച്ച് ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെയാണ് നമ്മൾ ഓരോ എക്സാമും ചിലപ്പം ഈസിയാണോ ടഫാണോ എന്തെങ്കിലും അങ്ങനത്തെ നമ്മളൊരു വിചാരിച്ചിട്ടാണ് എക്സാം ഹാളിൽ പോകുന്നതെങ്കിൽ ആക്ച്വലി നമ്മൾ എക്സാമിനെ പറ്റിയുള്ള ജഡ്ജ്മെൻറ്റ് തെറ്റിപ്പോവും. സോ അത് പറ്റാതിരിക്കാൻ നമ്മൾ ഫുള്ളി ബ്ലാങ്ക് ആയിരിക്കണം. ബ്ലാങ്ക് ഇൻ ദ സെൻസ് നമുക്കൊരു പ്ലാൻ വേണം, പക്ഷേ ആ ഒരു എക്സാമിനെ പറ്റിയിട്ടുള്ള എക്സ്പെക്ട് ചെയ്യരുത്. എന്ത് ചെയ്താലും എന്ത് വന്നാലും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അതായിരിക്കണം. അതായത് ഈസി ആയിരിക്കും, ടഫ് ആയിരിക്കും, അല്ലെ മാത്സ് ഈസി ആയിരിക്കും, മാത്സ് ലെങ്തി ആയിരിക്കും, ഇതുപോലെയുള്ള മെയിൻസിനാണ് എസ്പെഷ്യലി മാത്സ് ലെങ്തി ആയിരിക്കും. ഇങ്ങനത്തെ ഉള്ള കുറേ ജഡ്ജ്മെന്റ്സ് ആക്ച്വലി അവോയ്ഡ് ചെയ്താൽ നല്ലതായിരിക്കും. കുറച്ച് പ്ലാൻസ് ഉണ്ടാവാം തീർച്ചയായിട്ടും, മാത്സ് ആയിരിക്കാം കമ്പാരിറ്റീവ്ലി ലെങ്തി, പക്ഷെ അത് നമ്മൾ ആക്ച്വലി ചിലപ്പം എല്ലാവർക്കും അതേപോലെ ആവണമെന്നില്ല. സോ നമ്മൾ അതേപോലെ തന്നെ അത് വിചാരിച്ചു കൊണ്ട് പോകണമെന്നില്ലല്ലോ. ചിലപ്പം നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാനുള്ള മെത്തേഡ് ചിലപ്പോൾ നമുക്ക് അറിയെങ്കിൽ നമുക്കത് വേഗം തീരുമായിരിക്കാം. സോ ഒരു ബയാസ്ഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനെയോ ഒരു എക്സാമിനെയോ അപ്രോച്ച് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരു എക്സാമിന് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ ജെഇ മെയിൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഫിസിക്സും കെമിസ്ട്രി ഓൾമോസ്റ്റ് എല്ലാവരും കംപ്ലീറ്റഡ് ആയിരിക്കും. മാത്സ് ആണെന്ന് തോന്നുന്നു ലെങ്തി ആണ് എന്നൊക്കെ ഞാൻ എൻ്റെ സമയത്ത് അങ്ങനെയായിരുന്നു പറയുന്നത് കേൾക്കുന്നത്, മാത്സ് ആണ് ലെങ്തി. സോ മാത്സ് ലെങ്തി ആയിരുന്നു. മാത്സ് കമ്പാരിറ്റീവ്ലി ഫിസിക്സിനെയും കെമിസ്ട്രിയും സംബന്ധിച്ച് നോക്കുന്നിടത്ത് കുറച്ചും കൂടെ ചെയ്യാനുണ്ടാവും. പക്ഷേ ആക്ച്വലി മാത്സ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്, മാത്സ് ഒരിക്കലും നമുക്ക് ആൻസർ കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ആ ക്വസ്റ്റ്യൻ ഇട്ട ആൾ അല്ലെങ്കിൽ ആ സൊല്യൂഷൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ആക്ച്വലി നമുക്ക് ഗസ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം ആക്ച്വലി. അപ്പം നമുക്കൊരു മെത്തേഡിൽ കിട്ടുമായിരിക്കും, ബട്ട് വേറെ ഏതെങ്കിലും ഒരു മെത്തേഡിൽ കുറച്ചും കൂടെ സമയം കുറവായിരിക്കാം, കുറച്ചും കൂടെ ചെയ്യാൻ എളുപ്പമായിരിക്കാം. സോ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വേണം. ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ആൻസർ കിട്ടുക എന്നുള്ളത് മാത്രമല്ല, എളുപ്പത്തിൽ എങ്ങനെ കിട്ടാം എന്ന് മനസ്സിലാക്കണം. അതിന് ഈ പ്രീവിയസ് ഇയർ ഒക്കെ ചെയ്യുമ്പോൾ ആക്ച്വലി ചെയ്ത് തീർത്താൽ മാത്രമല്ല, അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് ഇനി എളുപ്പമുള്ള മെത്തേഡിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുന്നത്. അങ്ങനെ നോക്കിയാൽ ആക്ച്വലി മാക്സിമം നമുക്ക് ആ ഗിവൺ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ കേട്ടല്ലോ, നിങ്ങളെപ്പോലെ കഴിഞ്ഞ വർഷം ഇവിടെ ഇരുന്ന് പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഇന്ന് നിങ്ങളുടെ സീനിയറായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുള്ള വാക്കുകൾ, മനോഹരമെന്നതിലുപരി തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വേണ്ട ഒരു കറക്റ്റ് ഗൈഡൻസ് ആണ് മുഹമ്മദിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കിട്ടിയിരിക്കുന്നത്. സോ മുഹമ്മദ്, താങ്ക് യു ഫോർ കമ്മിങ്. അപ്പോൾ ഇനിയും ബ്രില്യൻറ്റിലേക്ക് ഇതുപോലെ സമയമൊക്കെ കിട്ടുമ്പോൾ അവധിയൊക്കെ ഉള്ളപ്പോൾ തിരിച്ചു വരിക. ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഇനിയും ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിക്കട്ടെ, ഒരുപാട് വിജയങ്ങൾ താങ്കളെ തേടി വരട്ടെ. ഓക്കെ. സോ താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.